ലോകമെമ്പാടുമുള്ള മാതൃഭൂമി ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ നേരുന്നു. കോട്ടയത്തെ ഓണാഘോഷങ്ങൾക്ക് കളറ് കുറവാണെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ ഓണാഘോഷം. അപ്പൊ ഒന്നുകൂടെ ആർപ്പോ, ഒന്നുകൂടെ. അപ്പൊ ആകെ മൊത്തം ഓണത്തിന്റെ വൈബാണ് ഇവിടെ. ഒരുപാട് സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ഉണ്ട് അല്ലേ? അല്ല, അമ്മയുടെ പേരെന്തുവാ? എന്റെ പേര് വിജയ. 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 ഓണമൊക്കെ അടിച്ചു പൊളിക്കാൻ പിന്നെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുക. അടിച്ചു പൊളിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ സുന്ദരി ഇവിടെ ഉണ്ട്. റീലിന്റെ റാണി എന്നോട് പറയാം. പ്രേക്ഷകർക്ക് പലർക്കും അറിയാമായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ടീമാണിത് സ്നേഹക്കൂട് അഭയമന്ദിരം എന്ന് പറഞ്ഞല്ലേ? തകർപ്പൻ ടീമാ. ഇവിടുത്തെ ഉർവശിയാണോ? ഉർവശി എന്ന് പറയാം. ഉർവശി എന്ന് പറയാം. ആര് പറയണം? അത് പ്രേക്ഷകരാ പറയണ്ടേ. മാവേലി നടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കോ ഒട്ടില്ലതാനും അതികൾ വ്യാധികളൊന്നുമില്ല ബലമാരണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളുമില്ല പൊളിവചനം കള്ളപ്പാറയും ചെറുനഴിയും കള്ളത്താരങ്ങൾ മറ്റൊന്നുമില്ല. എത്ര വയസ്സായി? എനിക്ക് 68. കുറച്ച് പറ, കൂട്ടി പറ, ഉള്ളത് പറ. 90. ആ ഓക്കെ. അങ്ങനെ ഈ പ്രായത്തിൽ ഇതിന്റെ അതിൽ വരുന്നുണ്ട് ആർപ്പൊക്കെ. പിന്നെ ഇതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. പിന്നില്ലേ നോട്ടക്കാരൻ നാലും തെരഞ്ഞ റൂട്ടുകാരൻ കമ്പെടുത്ത വേട്ടക്കാരൻ എളിയവങ്ക ഉറവക്കാരൻ ഇറക്കമുള്ള മനസ്സുകാരൻടാ. ഓണമൊക്കെ എങ്ങനെയായി? അടിച്ചു പൊളിച്ചു. അത്തം തൊട്ട് ഇന്ന് വരെ അടിച്ചു പൊളിച്ചു. ചതയം വരെ ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഒരേ സ്റ്റൈലിലുള്ള ഒരേ കളറിലുള്ള സാരിയും ബ്ലൗസൊക്കെ ഇവിടെ കിട്ടി. ഞങ്ങൾക്ക് യൂണിഫോം ഞങ്ങളുടെ നിഷമോള് തരുന്നതാ. ഞങ്ങൾക്ക് 4-5 സാരികളും അതിനടുത്ത ബ്ലൗസുകളും അതിനടുത്ത എല്ലാ സെറ്റുകളും തരുന്നുണ്ട്. നിങ്ങൾക്കാണ് സത്യത്തിൽ ഓണം. ഞങ്ങൾക്കാണ് ഓണം. അപ്പോ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ആവേശം, ഇതാണ് ഇവിടുത്തെ വൈബ്. എനിക്കൊപ്പം ഈ സ്നേഹക്കൂടിന്റെ നടത്തിപ്പവരോട് ചേരുന്നു നിഷ ചേച്ചി ചേരുകയാണ്. 10 വർഷമായല്ലേ? 10 വർഷമായി. എങ്ങനെയുണ്ട് ഓണമൊക്കെ? അടിപൊളി ഓണമാണ്. അടിപൊളി ഓണം. നമുക്കിവിടെ അച്ഛനമ്മമാരെല്ലാവരും ആയിട്ട് ഇവരൊക്കെ വീടുകളിൽ തന്നെ ഓണം ആഘോഷിക്കാനൊക്കെ പറ്റാത്തവരാണ്. അതുകൊണ്ട് മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാണ്. 10 ദിവസമായി ഓണാഘോഷങ്ങൾ തുടങ്ങിയിട്ട്. കണ്ടാലും കാണാനഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണുവെച്ചിടും കരിനില കണ്ണുകളുള്ളവള നല്ല കത്തിച്ചുവക്കുള്ള ചുണ്ടുകള കണ്ടൊര നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ കണ്ടൊര നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ കാണും കിനാവില എന്നും വിരിയും എന്റെ മേഘപ്പൂക്കളല്ലേ പെണ്ണെ നീ എന്റെ സ്വന്തമല്ലേ. സ്നേഹമാണ് ഓണം. അങ്ങനെ പറയുമ്പോൾ ഈ സ്നേഹക്കൂടിൽ എന്നും ഓണമാണ് അല്ലേ? അല്ലേ? കണ്ടാലും കാണാനഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണുവച്ചിടും കരിനില കണ്ണുകളുള്ളവള നല്ല കെട്ടിച്ചുവക്കുള്ള ചുണ്ടുകള. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും മാതൃഭൂമി ന്യൂസിന്റെ
എല്ലാം ചിരിയുള്ള സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ. അവരുടെ സന്തോഷത്തിന് കുറച്ചുകൂടി പൊലിമ കൂട്ടാൻ ഷിനോജും കൂടി നൃത്തം വെച്ച് പാട്ടും പാടി ഒപ്പം ചേർന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ. അങ്ങനെ എല്ലായിടത്തും എല്ലാ സ്നേഹ മന്ദിരങ്ങളിലും അഭയകേന്ദ്രങ്ങളിലും ഒക്കെ ഓണം ആഘോഷിക്കുകയാണ്. വായ്മൊഴികൾ വായ്ത്താരികൾ ചേർന്ന് മണ്ണിൻ്റെ മണമുള്ള പാട്ടുകൾ, നാടൻ പാട്ടുകൾ, ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഹൃദയത്തിലേക്ക് ഒഴുകുന്ന പാട്ടുകൾ, ജീവിതത്തിൻ്റെ താളവും ഗന്ധവുമൊക്കെ ചേർന്നവ. പോയ കാലത്തിൻ്റെ നല്ല ഓർമ്മകളെ വീണ്ടെടുക്കാൻ ആലപ്പുഴ ഫോക്ക് ഇന്ത്യ നാട്യമഞ്ച് നാട്ടിൻപുറങ്ങളിലെ വേദികളിലൊക്കെ സജീവമാവുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പോപ്പ് ഗാനങ്ങളും മറ്റു ഗാനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറെ കൂടി മലയാളികൾ എന്നും ഗൃഹാതുരത്വം ഇങ്ങനെ നെഞ്ചിലേറ്റി നടക്കുന്ന ആളുകളാണ്. നമുക്ക് നമ്മുടെ പാട്ടുകൾ, നമ്മുടെ ആ കാലഘട്ടമൊക്കെ എപ്പോഴും നമ്മൾ അനുഭവിച്ചത് അല്ലെങ്കിൽ പോലും വായിച്ചറിഞ്ഞതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തോട് ചേർന്നവയാണ്. അവയൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടത്തിൻ്റെ പാട്ടിലേക്കാണ്. നീലിപ്പെണ്ണെ നീലിപ്പെണ്ണെ നീ എങ്ങോട്ടാ, കന്നിക്കൊയ്ത്തിന് പോവുകയാണ് നീലിപ്പെണ്ണെ നീലിപ്പെണ്ണെ നീ എങ്ങോട്ടാ, നീലിപ്പെണ്ണെ നീലിപ്പെണ്ണെ നീ എങ്ങോട്ടാ, കന്നിക്കൊയ്ത്തിന് പോവുകയാണ്. മണ്ണിന്റെ മണമുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ. ഓരോ നാടിൻ്റെയും സംസ്കാരം ആ പാട്ടിൻ്റെ വരികളിൽ നമുക്ക് കാണാനാകും. തലമുറകളായി കൈമാറിപ്പോകുന്ന ആ പാട്ടുകൾ ഇന്നും കൈമോശം വരാതെ സൂക്ഷിക്കുന്ന ചിലരുണ്ട്. അവരുടെ പാട്ടുകൾ നമുക്ക് കേൾക്കാം. നിന്റെ തരത്തിലൊരഞ്ചാറു പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പോരടിയേ, നിന്റെ തരത്തിലൊരഞ്ചാറു പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പോരടിയേ, നിന്റെ തരത്തിലൊരഞ്ചാറു പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പോരടിയേ, നിന്റെ തരത്തിലൊരഞ്ചാറു പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പോരടിയേ. നീലിപ്പെണ്ണേ നീലിപ്പെണ്ണേ തകതകതകതാ, നീലിപ്പെണ്ണേ നീലിപ്പെണ്ണേ തലമുറകൾ കൈമാറി തന്ന ഈ നാടൻ പാട്ടുകളെ ഇന്നും അതിൻ്റെ തനിമ ചോരാതെ കാതുകളിലേക്ക് എത്തിക്കുന്നത് ഫോക്ക് ഇന്ത്യ നാട്യമഞ്ച് ആലപ്പുഴയാണ്. അതിൻ്റെ മുന്നണി പോരാളിയാണ് സജീവ്. ഒരു കാലത്ത് പാട്ടിൻ്റെയും കളിയുടെയും ഒരു സമന്വയമായിരുന്നു ഓണക്കാലമെങ്കിൽ ഇന്ന് അതിൽ നിന്നെല്ലാം മാറി വീടിൻ്റെ അകത്തളങ്ങളിൽ ഓണം ആഘോഷിക്കുന്ന ന്യൂക്ലിയർ കുടുംബങ്ങളുള്ളൊരു കാലമാണ്. അപ്പോൾ അവരുടെ എല്ലാം മനസ്സിലേക്ക് ആ ഭൂതകാലത്തിൻ്റെ ഒരു ശബളമായിട്ടുള്ള ഓർമ്മകൾ കൊണ്ടുവരാനാണ് ഈ പാട്ടുകളുമായി ഞങ്ങൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. നമുക്കിവിടെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അവതരിപ്പിക്കാൻ പറ്റിയ ആ ഒരു വെറൈറ്റി താരാരായിരിക്കും. വടക്കൻ മലബാറിൽ ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഓണപ്പൊട്ടൻ എന്ന് പറയുന്ന ഒരു തെയ്യം എത്താറുണ്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, തന്നാനെ താനാനെ തന്തിന്നാനെ, തന്നാനെ താനാനെ തന്തിന്നാനെ, തന്നാനെ താനാനെ തന്തിന്നാനെ, തന്നാനെ താനാനെ തന്തിന്നാനെ. ഞാനും എന്റെ ഓമന പെണ്ണു കൂടി തഞ്ചറാമെ കുളിക്കാൻ പോയേ, തഞ്ചറാമുറിഞ്ഞോള തള്ളി എന്റെ ഓമന പെണ്ണിന്റെ കിണ്ണം പോയേ. ഓടുന്നുണ്ടോടുന്നുണ്ടേ പഴുക്ക മാണിക്കച്ചം പഴുക്ക പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ പഴുക്ക മാണിക്കച്ചം പഴുക്ക പഴുക്ക, കയ്യിലെ കയ്യിലോ പഴുക്ക മാണിക്കച്ചം പഴുക്ക പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ പഴുക്ക മാണിക്കച്ചം പഴുക്ക പഴുക്ക. ദിമിതാര തന്നാര കൃതി തകൃതി താര തന്നാര, ദിമിതാര തന്നാര കൃതി തകൃതി താര തന്നാര. ഓണത്തിൻ്റെ ഗതകാല സ്മരണകളുമായി 4 ചുമരുകളിലേക്ക് മാത്രം നമ്മുടെ ആഘോഷങ്ങൾ ഒതുങ്ങുമ്പോൾ നാടൻ പാട്ടിൻ്റെ സ്വാധീനം ചെറുതല്ല. അത് ഇങ്ങനെ നാട്ടിടവഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പൂണിയം വർഗീസിനും നിഖിൽ ജോസഫിനും ഒപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.
വർഷം 2025 മുന്നോട്ടാണ് കുതിപ്പ്. പലതിലും മാറ്റമുണ്ടാകും. പല മാറ്റങ്ങളും അത് അങ്ങനെ ഉണ്ടായേ മതിയാകൂ. അത് നമുക്ക് തിരിച്ച് പഴയ കാലം പോലെ ആയാലോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന വണ്ണത്തിലൊന്നും അല്ല മാറുന്നത്. നാടൊക്കെ നഗരമായി തീരുന്നൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിലൊക്കെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവരെ പോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇപ്പോഴും നമ്മുടെ ആ ഓർമ്മകളെയും നമ്മുടെ ആ കാലഘട്ടത്തെയൊക്കെ ചേർത്ത് പിടിച്ച് നമുക്കായിട്ട് സമ്മാനിക്കാനുള്ളപ്പോൾ പിന്നെ എവിടെയാണല്ലേ ഇതൊക്കെ നമുക്ക് ഓർമ്മകളായി ഗതകാലം മാത്രമായൊക്കെ മാറുന്നത്. ഇടവേള. മാതൃഭൂമി ന്യൂസ് ബ്രോട്ട് യു ബൈ മൈജി ഓണം മാസോണം. കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാനങ്ങളും. തിരുവോണ ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈജി ഫ്യൂച്ചർ ബെസ്റ്റ് വുഡ്. മൈജി ഓണം മാസോണം. കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാനങ്ങളും. നിങ്ങളേവർക്കും ബെസ്റ്റ് വുഡിന്റെ ഓണാശംസകൾ. ഓണം അടുപ്പത്തിന്റെ ആഘോഷം, കടുപ്പത്തിന്റെയും AVT പ്രീമിയം ഏറ്റവും കടുപ്പമുള്ള ചായ സ്ഥിരമായി. Man's attitude is not casual. Scott Wilson, keep conquering. ഏവർക്കും രാജകുമാരി ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. ഏവർക്കും ദിനേശ് ഫുഡ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നിങ്ങളേവർക്കും ബെസ്റ്റ് വുഡിന്റെ ഓണാശംസകൾ. ബ്രദർ, ആലപ്പുഴ, കൊല്ലം, തൃശൂർ, പാലക്കാട്. എന്റെ ജെല്ലി സെറ്റ് ആകത്തേയില്ല. നമ്മുടെ ഫ്രിഡ്ജ് ഇന്റലിജന്റ് ആണ്. ഡാഡിയെക്കാളും AI പവർഡ് കൂളിംഗ് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് സ്വയം ക്രമീകരിക്കുന്നത്. ഗോദ്രേജ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റേഴ്സ്. ടാറ്റ സ്ട്രക്ചറ Z+ ഗാൽവനൈസ്ഡ് പൈപ്പുകളുടെ അംഗീകൃത വിതരണക്കാരായ സിക്കാജൻ ഇന്ത്യ ലിമിറ്റഡിന്റെ ഓണാശംസകൾ. മാതൃഭൂമി ന്യൂസ് ഷോ ക്രെഡിറ്റ്സ്. ജോസ്കോ ജോലാസ് KK റോഡ്, കോട്ടയം. ഉദ്ഘാടനം സെപ്റ്റംബർ 10. നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, കുഴൽമന്നം, പാലക്കാട്. ഇനി വുഡോ പ്ലൈവുഡോ എന്ത്? ബെസ്റ്റ് വുഡ് ഉള്ളപ്പോ ധനലക്ഷ്മി ബാങ്ക് ഗോൾഡ് ലോൺ. നിങ്ങളുടെ സ്വർണത്തിന് ശരിയായ വായ്പാ മൂല്യം. ഏവർക്കും രാജകുമാരി ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മൈജി ഓണം മാസോണം. കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാനങ്ങളും. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? ഓണത്തിന്റെ സദ്യയും പൂക്കളും ഒക്കെ കാണിക്കേണ്ടക്ക് ഓണ നക്ഷത്രങ്ങളെയും പ്രേക്ഷകരെ കാണിക്കുന്നുണ്ടല്ലേ. ഓണ നക്ഷത്രം ബ്രോട്ട് യു ബൈ ബെസ്റ്റ് വുഡ്. നിങ്ങളേവർക്കും ബെസ്റ്റ് വുഡിന്റെ ഓണാശംസകൾ. നമ്മൾ നക്ഷത്രങ്ങൾ, താരങ്ങൾ എന്നൊന്നും നടന്മാരെ, അഭിനേതാക്കളെ അല്ലെങ്കിൽ സിനിമാക്കാരെ വിളിക്കേണ്ടതില്ല. ഞങ്ങൾ താരങ്ങളല്ല, വിണ്ണിലെ താരങ്ങളല്ല എന്നൊക്കെ നടന്മാർ അവർ തന്നെ പറഞ്ഞ് പാടിയ പാട്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്ന അവരുടെ ആ തിളക്കം കൊണ്ടാണ്. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന തിളക്കം കൊണ്ടാണ്. അപ്പോൾ ആ നക്ഷത്രങ്ങളിൽ ഏറ്റവും ശോഭയുള്ള ഒരാൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രേക്ഷകർക്കായി. ഓണം എന്ന് പറയുമ്പോൾ എത്രയോ ഓണം നമ്മൾ സെറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ആ ദിവസം എൻ്റെ മദറിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഒരു മനഃപൂർവ്വം എല്ലാ ഓണവും എൻ്റെ കുടുംബത്തോടെ ചിലവഴിക്കാമെന്നൊക്കെ ഫോഴ്സ്ഡായിട്ട് ചിന്തിച്ച് കഴിഞ്ഞ് പിന്നെ അത് നടന്നില്ലെങ്കിൽ കുഴപ്പമാണ് കഴിഞ്ഞിട്ട് ഞാൻ അത് വിട്ടു. ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഇത് സിനിമയിൽ വരുന്നതിന് മുമ്പാണ്. സ്കൂൾ അടയ്ക്കുക, നമ്മൾ പോവുക, നമ്മുടെ റിലേറ്റീവ്സിനെ കാണുക, നമുക്കൊരു ടൗണിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകുന്നതിന് എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ സാധിക്കുക. നമുക്ക് എല്ലാ ദിവസവും ഓണമാക്കാനുള്ള പരിപാടികൾ അറിയാം. അതങ്ങനെ അതിലോട്ടങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാം. മാതൃഭൂമി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം, ഹൃദയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഓണാശംസകൾ. അപ്പോൾ ലാലേട്ടൻ ഹൃദയപൂർവ്വം ഓണാശംസകൾ നേരുമ്പോൾ ഹൃദയപൂർവ്വം കാണാൻ ഇനിയും ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കണ്ട. ഈ ദിവസങ്ങളിലൊക്കെ എന്തായാലും നല്ല തിരക്കായിരിക്കും. തിയേറ്ററിൽ പോയി കാണാം. നല്ല അടിപൊളി സിനിമയാണ്.
വിശപ്പ് രഹിത സന്ദേശം നൽകി തൃശൂർ കൊരട്ടിയിലെ പാഥേയത്തിൽ തിരുവോണ ഓണസദ്യയും ഓണക്കോടി വിതരണമൊക്കെ നടത്തി. കൊരട്ടി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ 5 വർഷം മുൻപാണ് ഈ പാഥേയം തുടങ്ങിയത്. തുടർച്ചയായി 5ാം തവണയാണ് പാഥേയത്തിൽ ഓണം ആഘോഷിക്കുന്നത്. പാഥേയത്തിൽ എത്തിയവർക്കും വഴിയാത്രക്കാർക്കും 13 തരം കറികളും 2 തരം പായസവും ഒക്കെ ആയിട്ടാണ് ഓണസദ്യ വിളമ്പിയത്. അപ്പോൾ നമുക്കൊരു കുട്ടി ബ്രേക്ക് കൂടി വേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇടവേളെടുത്ത് വരാം. ചിലപ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് സദ്യ കഴിച്ച് കഴിഞ്ഞ ആളുകളൊക്കെ പായസത്തിലേക്കൊക്കെ എത്തുന്നുണ്ടാവും. എല്ലാവരും കൂടി ചേരുമ്പോൾ കൃത്യം 1 മണിക്കോ അല്ലെങ്കിൽ 1:30-ക്കൊന്നും സദ്യ കഴിക്കുന്ന പതിവുണ്ടാവില്ല. 2 മണിയൊക്കെ ആവുമായിരിക്കും. ഇപ്പോൾ എന്തായാലും 3 മണി കഴിഞ്ഞ് സമയം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും രുചിക്കാനുണ്ടെങ്കിൽ രുചിക്കാം. പക്ഷേ ഇവിടെ തന്നെ തുടരണം. ഇടവേള.